ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയായ സഹോദരിയല്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 25, ഖദീജ ബീവിക്ക് 40 അല്ലേ? പിന്നെ ഖദീജ ബീവിയും റസൂലുള്ളയും ഇണയും തുണയുമായി ജീവിച്ച ജീവിതം 25 വർഷം നീണ്ടു. നബി തങ്ങൾക്ക് വയസ്സ് 50 ആയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്തായി അല്ലേ? ഖദീജ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്, ആ ഭർത്താവ് മരിച്ചു. പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു, അതിൽ 2 കുട്ടികൾ, 4 കുട്ടികളുടെ ഉമ്മയും 40 കാരിയും. അതാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കല്യാണം. ഇന്നൊക്കെ ഈ വിമർശകന്മാരായ ആളുകൾ വിമർശിക്കാൻ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല, എന്തെങ്കിലും നിലനിർത്താൻ പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അറബി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരും വലിയ 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 ആളുകളുമൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് വിപ്ലവമാണ് ഇവിടെ സാധ്യമായത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നിരിക്കുന്ന വിപ്ലവം ലോക രാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് ആണും പെണ്ണും, ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചരിത്രകാരന്മാരും എന്ന് വേണ്ട ഇന്നും ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നബി തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ലോകത്ത് മുഴുവൻ ഏതെല്ലാം തരത്തിലാണ് ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് ഖദീജ ബീവിനെ 40ാമത്തെ വയസ്സ് അല്ലേ? നബി തങ്ങൾക്ക് 25. ഖദീജ ബീവി വഫാത്തായിട്ട് നബി തങ്ങൾക്ക് പിന്നെ 3 വർഷം ഭാര്യമാരില്ല. നബി തങ്ങളുടെ 51, 52, 53 3 വർഷം നബി തങ്ങളെ വീട്ടിൽ ആരും ഇണതുണയില്ല. കല്യാണം ചെയ്തു എന്ന് പഠിച്ചാൽ പോരാ, പഠിക്കും കൂടി വേണം ബാക്കി. അങ്ങനെ